ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിൽ നിന്നുള്ള സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്നായിട്ട്, അതായത് മണ്ണിൽ നിന്ന് പൊന്നി വിളയിക്കാം, പ്രകാശവിസ്മയങ്ങൾ, ആസിഡുകളും ആൽക്കലികളും, അതുപോലെ അന്നപദത്തിലൂടെ, ഈ 4 ചാപ്റ്ററിൽ നിന്നായിട്ടുള്ള സയൻസിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാരുവിള ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാരുവിള ഏതാ? പരുത്തിയാണ് അല്ലേ. ഓപ്ഷൻ എ പരുത്തിയാണ്. രണ്ടാമത്തെ ചോദ്യം: ജപ്പാനിലെ പ്രസിദ്ധമായ ജൈവ കൃഷി ഗവേഷകനാരാണ്? ജപ്പാനിലെ പ്രസിദ്ധമായിട്ടുള്ള ജൈവ കൃഷി ഗവേഷകൻ ആരാ? മസനോബു ഫുക്കുവോക്കയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, മസനോബു ഫുക്കുവോക്ക. മൂന്നാമത്തെ ചോദ്യം: ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്തിട്ട് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ ബി ടിഷ്യൂ കൾച്ചർ എന്ന അല്ലെ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്തിട്ട് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടിഷ്യൂ കൾച്ചർ എന്ന പേരിലാണ്. നാലാമത്തെ ചോദ്യം: കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ സി കാസർഗോഡാണ് അല്ലേ. കുട്ലു എന്ന് പറയുന്ന സ്ഥലത്ത്, കാസർഗോഡിലെ കുട്ലു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം: റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ ബി കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ ബി കോഴിക്കോടാണ് അല്ലേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. ഏഴാമത്തെ ചോദ്യം: കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ ബി തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? ശ്രീകാര്യമാണ്. എട്ടാമത്തെ ചോദ്യം: കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ എ മണ്ണൂത്തിയാണ് അല്ലെ. തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം: ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി വർഗസങ്കരണമാണ് അല്ലെ. ഓപ്ഷൻ ഡി വർഗസങ്കരണം. പത്താമത്തെ ചോദ്യം: ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി ഏതാണ്? ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ചേർത്തിട്ട് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി ഏതാ? ഓപ്ഷൻ ബി ഗ്രാഫ്റ്റിംഗ് അല്ലെ. ഓപ്ഷൻ ബി ഗ്രാഫ്റ്റിംഗ് ആണ്. 11ാമത്തെ ചോദ്യം: വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നത്? വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതു പേരിലാണ്? ഏതാ? ഓപ്ഷൻ ബി ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഓപ്ഷൻ ബി ലൈംഗിക പ്രത്യുൽപാദനം. 12ാമത്തെ ചോദ്യം: സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതി ഏതാണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതാ? കായിക പ്രജനനം അല്ലെ. ഓപ്ഷൻ സി കായിക പ്രജനനം. 13ാമത്തെ ചോദ്യം: കായിക പ്രജനനം വഴി പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? തന്നിരിക്കുന്നതിൽ കായിക പ്രജനനം വഴി പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാ? ഓപ്ഷൻ ബി കുരുമുളകാണ്. 14ാമത്തെ ചോദ്യം: തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? തേജസ് എന്നത് ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ഓപ്ഷൻ എ പച്ചമുളക്. 15 BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി ഏതാണ്? BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി
ഓപ്ഷൻ സി മോൺസാൻറ്റോ ആണ് കേട്ടോ. ഓപ്ഷൻ സി മോൺസാൻറ്റോ. 16ാമത്തെ ചോദ്യം, പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥം. ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ് ആട്ടോ. സൈലന്റ് സ്പ്രിംഗ്. 17 സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ബി കുരുമുളകാണ്. 18 സസ്യങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? സസ്യങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഫോസ്ഫറസ് ആട്ടോ. ഫോസ്ഫറസ്. എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാ? ഫോസ്ഫറസ് ആണ്. 19 ഉള്ളിയുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഉള്ളിയുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം ഏതാ? ശൽക്കമാണ് അല്ലേ. ഓപ്ഷൻ എ ശൽക്കമാണ്. 20ാമത്തെ ചോദ്യം, ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ പുതിയ ചെടികളെ ഉണ്ടാക്കുന്ന നൂതന രീതി ഏതാണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ പുതിയ ചെടികളെ ഉണ്ടാക്കുന്ന നൂതന രീതി ഏതാ? ടിഷ്യൂ കൾച്ചർ ആണല്ലേ. ഓപ്ഷൻ സി ടിഷ്യൂ കൾച്ചർ. 21 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയായിരുന്നു? കോഴിക്കോടാണ് അല്ലേ. ഓപ്ഷൻ സി കോഴിക്കോട്. ഇനി ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. 23 സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? കായിക പ്രജനനമാണ്. ഓപ്ഷൻ എ കായിക പ്രജനനം. 24ാമത്തെ ചോദ്യം, പ്രകാശ പ്രകീർണത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങളെ ക്രമപ്പെടുത്തുക. പ്രകാശ പ്രകീർണത്തിന് വിധേയമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ നിറങ്ങളുടെ ഒരു ക്രമം ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലേ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ്. 25ാമത്തെ ചോദ്യം, മഴവില്ലിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? മഴവില്ലിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാ? ചുവപ്പാണ് അല്ലേ. ഓപ്ഷൻ സി ചുവപ്പാണ്. 26 അന്തരീക്ഷത്തിലെ ജലകണികകളുടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയം ഏത് പേരിൽ അറിയപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയം ഏത് പേരിൽ അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ഡി മഴവില്ല് എന്നാണ്. 27 ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ പ്രകീർണനമാണ്. 28ാമത്തെ ചോദ്യം, പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് പ്രകീർണനം. 29 ധവളപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങളിൽ പെടാത്തത് ഏതാണ്? ധവളപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങളിൽ പെടാത്തത് മഞ്ഞ, ചുവപ്പ്, സയൻ, പച്ച. ഏതാ? ഓപ്ഷൻ സി സയൻ ആണ് അല്ലേ. 30ാമത്തെ ചോദ്യം, കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? 1 ഹാൻഡ് ലെൻസ്, 2 മൈക്രോസ്കോപ്പ്, 3 ടെലിസ്കോപ്പ്, 4 ക്യാമറ, 5 പ്രൊജക്ടർ. ഇതിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കളിലാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കോൺവെക്സ് ഉപയോഗിക്കുന്നത്? 1 ഹാൻഡ് ലെൻസ് കോൺവെക്സ് ആണ്, മൈക്രോസ്കോപ്പിൽ കോൺവെക്സ് ആണ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ. ഈ 5 എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 31ാമത്തെ ചോദ്യം, ക്യാമറകളിലും പ്രൊജക്ടറുകളിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ക്യാമറകളിലും പ്രൊജക്ടറിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഓപ്ഷൻ സി ആണ് കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് ആണ്. ക്യാമറകളിലും പ്രൊജക്ടറിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. 32 ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്?
ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് തന്നെ അല്ലെ, കോൺവെക്സ് ലെൻസ് ആണ്. 33 മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഏതാ? കോൺവെക്സ് ലെൻസ്. 34 ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്നത് എന്താ? തന്നിരിക്കുന്നതിൽ ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ്. ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്ന ഏതാ? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. 35ാമത്തെ ചോദ്യം, ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഏതാ? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ, കോൺവെക്സ് ലെൻസ് ആണ്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. 36 മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയതുമായ ലെൻസ് ഏതാ? മധ്യത്തിൽ കനം കുറഞ്ഞിട്ട് വക്കുകൾ കനം കൂടിയ ലെൻസ്. ഇങ്ങനെയല്ല ഉണ്ടാവും അല്ലേ? ഇത് ഏത് ലെൻസിന് ഉദാഹരണം? ഏതാ? കോൺകേവ് ലെൻസ് ആണ് അല്ലേ, കോൺകേവ് ലെൻസ്. ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ്. മധ്യത്തിൽ കനം കുറഞ്ഞിട്ട് വക്കുകൾ കനം കൂടിയതുമായ ലെൻസാണ് ഇത്? കോൺകേവ് ലെൻസ്. 37ാമത്തെ ചോദ്യം, മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാണ്? മധ്യത്തിൽ കനം കൂടുതൽ വക്കുകൾ എന്ത് ചെയ്യുക? കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ ഡി കോൺവെക്സ് ലെൻസ് ആണ്. ഇനി 38ാമത്തെ ചോദ്യം, വെള്ളമുള്ള ഗ്ലാസ്സിൽ വെച്ച പെൻസിൽ മുറിഞ്ഞതുപോലെ തോന്നുന്നതിന് കാരണം എന്താണ്? ഒരു വെള്ളമുള്ള ഗ്ലാസ്സിൽ അതിൽ പെൻസിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുറിഞ്ഞതുപോലെ തോന്നാൻ കാരണം എന്താണ്? എന്താ? ഓപ്ഷൻ സി അപവർത്തനമാണ് അല്ലെ, അപവർത്തനമാണ്. ഓപ്ഷൻ സി അപവർത്തനമാണ്. 39 പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ എന്താ പറയുന്നത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൻ്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. ഈ പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ എന്താ പറയുന്നത്? എന്താ? ഓപ്ഷൻ എ അപവർത്തനമാണ് അല്ലെ, അപവർത്തനമാണ്. 40ാമത്തെ ചോദ്യം, സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്താം. 4 പ്രസ്താവനയുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1 മുഖം നോക്കാൻ കണ്ണാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. 2ാമത്തേത് കലഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ്. 3 വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ് ഉളവാക്കുന്നത്. 4 ആവർത്തന പ്രതിപതനം നടക്കുന്നു. ഇതിലേതൊക്കെയാണ് സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായിട്ടുള്ളത്? ഏതൊക്കെ ഇതിൽ തെറ്റായിട്ടുള്ളത്? 1ാമത്തത് മുഖം നോക്കാൻ കണ്ണാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണം ഏതാ? സമതല ദർപ്പണം ശരിയാണ്. 2 കലഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം ശരിയാണ്. 3 വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബം ഉളവാക്കുന്നു ശരിയാണ്. 4ാമത്തത് ആവർത്തന പ്രതിപതനം നടക്കുന്നു. ഇതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാട്ടോ. അപ്പോൾ ഓപ്ഷൻ ടി വി ഒന്നും അല്ല കേട്ടോ. ഇത് 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 41ാമത്തെ ചോദ്യം, ആവർത്തന പ്രതിപതനം ഉണ്ടാക്കുന്ന ദർപ്പണം ഏതാണ്? ആവർത്തന പ്രതിപതനം ഉണ്ടാക്കുന്ന ദർപ്പണം ഏതാ? ഓപ്ഷൻ സി നമ്മളിപ്പോൾ പറഞ്ഞു സമതല ദർപ്പണമാണ്. 42ാമത്തെ ചോദ്യം, വസ്തുവിന് സമാനമായ പ്രതിബിംബം നൽകുന്ന ദർപ്പണം ഏതാ? വസ്തുവിന് സമാനമായ പ്രതിബിംബം നൽകുന്ന ദർപ്പണം. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്തോറും എന്ത് ചെയ്യും? നമുക്ക് ഓർത്തെടുക്കാൻ സുഖമായിരിക്കും കേട്ടോ. അതാണ് വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ. വസ്തുവിന് സമാനമായ പ്രതിബിംബം നൽകുന്ന ദർപ്പണം ഏത് തന്നെയാണ്? ഓപ്ഷൻ ഡി ആണ്, സമതല ദർപ്പണം തന്നെയാണ്. 43ാമത്തെ ചോദ്യം, പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? ഓപ്ഷൻ ബി സമതല ദർപ്പണമാണ് അല്ലെ, സമതല ദർപ്പണമാണ്. 44 കലേഡിയോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. കലേഡിയോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? ഓപ്ഷൻ സി സമതല ദർപ്പണം തന്നെ അല്ലെ. കലേഡിയോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് തന്നെയാ? സമതല ദർപ്പണമാണ്. 45ാമത്തെ ചോദ്യം, മുഖം നോക്കാനുള്ള കണ്ണാടിയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? മുഖം നോക്കാനുള്ള കണ്ണാടിയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് തന്നെയാ? സമതല ദർപ്പണമാണ്, സമതല ദർപ്പണമാണ്. 46ാമത്തെ ചോദ്യം, പ്രകാശവും താപവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിവുള്ള ദർപ്പണം ഏതാണ്? പ്രകാശവും താപവും ഒരു ബിന്ദുവിൽ തന്നെ കേന്ദ്രീകരിക്കാൻ കഴിവുള്ള ദർപ്പണം
ഏതാ? ഓപ്ഷൻ ബി ആട്ടോ, കോൺകേവ് ദർപ്പണമാണ്. പ്രകാശവും താപവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിവുള്ള ദർപ്പണമാണിത്, കോൺകേവ് ദർപ്പണം. 47 കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ശരിയാണ് വേണ്ടത്. 1 വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, 2 പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിപ്പിക്കാനുള്ള കഴിവ്, 3 പ്രകാശവും താപവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, 4 ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. ഈ 4 പ്രസ്താവനകളിൽ കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ കോൺകേവുമായി ബന്ധപ്പെട്ടിട്ട്? 1 വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, ശരിയാണ്. 2 പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിപ്പിക്കാനുള്ള കഴിവ്, 3 പ്രകാശവും താപവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, 4 ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. 4 പ്രസ്താവനകളും കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 48ാമത്തെ ചോദ്യം, പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിപ്പിക്കാൻ കഴിവുള്ള ദർപ്പണം ഏതാണ്? പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിപ്പിക്കാൻ കഴിവുള്ള ദർപ്പണം ഏതാ? ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണമാണ്. 49 വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ദർപ്പണം ഏതാണ്? വലിയ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിവുള്ള ദർപ്പണം. ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ദർപ്പണം കോൺകേവ് ദർപ്പണം. 50 സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻ ബി കോൺകേവ് ദർപ്പണം. സോളാർ കുക്കറിൽ ഏതാ? കോൺകേവ് ദർപ്പണമാണ്. ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം അല്ലേ? ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? കോൺകേവ് ദർപ്പണം. 52 ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണമാണ്. 53 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. കോൺവെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായ പ്രസ്താവനകൾ കേട്ടോ. 1 സ്ട്രീറ്റ് ലൈറ്റിന് റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. 2 വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. 3 ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. 4 വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 4 പ്രസ്താവനകൾ തെറ്റായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? 1 സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? കോൺവെക്സ് ആണ്. രണ്ടാമത്തത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ അതെന്താണ്? മൂന്നാമത്തത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 4 വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ തെറ്റേതേ ഉള്ളൂ? 3 മാത്രമാണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. 54 പ്രകാശം പരന്നു വീഴാൻ സഹായിക്കുന്ന ദർപ്പണം ഏതാണ്? പ്രകാശം പരന്നു വീഴാൻ സഹായിക്കുന്ന ദർപ്പണം ഏതാ? ഓപ്ഷൻ ബി ആണ്, കോൺവെക്സ് ദർപ്പണമാണ്. പ്രകാശം പരന്നു വീഴാൻ സഹായിക്കുന്ന ദർപ്പണം ഏതാ? കോൺവെക്സ് ആണ്. 55 വസ്തുക്കളിൽ ചെറിയ പ്രതിബിംബം ലഭിക്കുന്ന കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. ഇത്തരം ദർപ്പണങ്ങൾ അറിയപ്പെടുന്ന എന്താണ്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, അതുപോലെ തന്നെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാക്കുന്നു. ഈ 2 അഡ്വാൻറ്റേജും ലഭിക്കുന്ന ദർപ്പണങ്ങൾ ഏതാണ്? ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, അതുപോലെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നതും. ഏത് ദർപ്പണ? അത് കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ? ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണമാണ്. 56 സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? കോൺവെക്സ് ആണ് അല്ലെ? സ്ട്രീറ്റ് ലൈറ്റിൽ കോൺവെക്സ് ദർപ്പണമാണ്. 57 വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം ഏതാ? ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ദർപ്പണമാണ്. 58ാമത്തെ ചോദ്യം, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയുന്ന ദർപ്പണം ഏതാ? യഥാർത്ഥ പ്രതിബിംബം ലഭിക്കാൻ കഴിയുന്ന ദർപ്പണം ഏതായിരുന്നു? കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണമാണ്. 59ാമത്തെ ചോദ്യം, ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബം ഏതാണ്? ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രതിബിംബം. 1 യഥാർത്ഥ പ്രതിബിംബം, 2 മിഥ്യാപ്രതിബിംബം. ഇതിലേതൊക്കെയാണ്? അല്ലെങ്കിൽ ഇതിൽ ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബം ഏതാണ്?
ഏതാ ഓപ്ഷൻ ഇതാണല്ലേ, ഓപ്ഷൻ എ വരും. 2 മാത്രം, അതായത് മിഥ്യാപ്രതിബിംബമാണ് അല്ലേ. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബമാണ് ഇത് മിഥ്യാപ്രതിബിംബം. 60ാമത്തെ ചോദ്യം, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം ഏതാണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം ഏതാ? യഥാർത്ഥ പ്രതിബിംബമാണ് അല്ലേ. യഥാർത്ഥ പ്രതിബിംബമാണ്. അപ്പോൾ 1 മാത്രം. 61, പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണം ഏതാണ്? പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണം ഏതാ? കോൺകേവ് ദർപ്പണമാണ് അല്ലേ. കോൺകേവ് ദർപ്പണമാണ്. ഇനി 62ാമത്തെ ചോദ്യം, പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണം ഏതാണ്? പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണം ഏതാ? കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ. കോൺവെക്സ് ദർപ്പണമാണ്. 63ാമത്തെ ചോദ്യം, ആറന്മുള കണ്ണാടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആറന്മുള കണ്ണാടിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ: 1, പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് ആറന്മുള. 2, പ്രത്യേകതരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. 3, സാധാരണ ദർപ്പണത്തിലുള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു. 4, സാധാരണ ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ അത്ര വ്യക്തത ഈ കണ്ണാടിയിൽ നിന്നും ലഭിക്കുന്നില്ല. ഇതിൽ കണ്ണാടിയുമായി ബന്ധപ്പെട്ടിട്ട്, ആറന്മുള കണ്ണാടിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1, പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് ആറന്മുള, ശരി. 2ാമത്തത്, പ്രത്യേകതരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. 3, സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു, ശരിയാണ്. 4ാമത്തത്, ദർപ്പണത്തിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ അത്ര വ്യക്തത ഇല്ല എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ആണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 64ാമത്തെ ചോദ്യം, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതാണ്? സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത്: 1, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു. 2, പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു. 3, പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു. 4, മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഇതിൽ സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതൊക്കെയാണ്? ഏതാ ഇതിൽ സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത്? 1ാമത്തത്, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ സമതല ദർപ്പണവുമായിട്ട് ബാധകമല്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ്? സമതല ദർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെ? പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നുണ്ട്, പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മിഥ്യാ പ്രതിബിംബവും ഉണ്ടാക്കുന്നത് ഏത് തന്നെയാ? സമതല ദർപ്പണമാണ്. അപ്പം 1 മാത്രം, ഓപ്ഷൻ ഡി 1 മാത്രമാണ് ഇത് സമതല ദർപ്പണവുമായിട്ട് ബന്ധമില്ലാത്തത്. 65ാമത്തെ ചോദ്യം, ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് പ്രകാശത്തിന്റെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടിട്ടാണ്? ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത്, നമ്മൾ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ആംബുലൻസ് എന്ന് എന്തായിരിക്കും? തിരിച്ചിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത് പ്രകാശത്തിന്റെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, പാർശ്വിക വിപര്യമാണ്. 66, പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിന് പറയുന്നത് എന്താണ്? പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിന് പറയുന്നത് എന്താ? ഓപ്ഷൻ ഡി ആണ്, പാർശ്വിക വിപര്യം എന്നാണ്. 67, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ: 1, വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. 2, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിൽ അകലവും തുല്യമാണ്. 3, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. 4, വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും വ്യത്യസ്തമായിരിക്കും. ഇതിൽ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1, വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, ശരിയാണ്. 2, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. 3, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. 4, വസ്തുവിന്റെ വലിപ്പം പ്രതിബിംബത്തിന്റെ വലിപ്പവും വ്യത്യസ്തമായിരിക്കും, തെറ്റാണ്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ 4ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ 1, 2, 3 ആണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 68, പതന കോണ് പ്രതിപതന കോണ് എന്നിവയുടെ അളവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
പതനകോണ്, പ്രതിപതനകോണ് എന്നിവയുടെ അളവുകൾ തമ്മിലുള്ള ബന്ധം എന്താ? ഓപ്ഷൻ എ തുല്യമായിരിക്കും. ഓപ്ഷൻ എ തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. 69ാമത്തെ ചോദ്യം, ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോൺ ഏതാ? ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണ് ഏതാ? പ്രതിപതന കോണാണ് അല്ലെ. ഓപ്ഷൻ ഡി പ്രതിപതന കോണ്. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് ഏതോ? പ്രതിപതന കോണ്. 70 ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായിട്ട് പതന ബിന്ദുവിൽ നിന്ന് വരക്കുന്ന രേഖ ഏതാ? ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായിക്കൊണ്ട് പതന ബിന്ദുവിൽ നിന്ന് വരക്കുന്ന രേഖ ഏതാ? ഓപ്ഷൻ ഡി ലംബമാണ്. ലംബമാണ്. 71 മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ നടക്കുന്നത് എന്താണ്? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിസരിത പ്രതിപതനമാണ് അല്ലെ. ഓപ്ഷൻ ബി വിസരിത പ്രതിപതനമാണ്. മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുന്ന സമയത്ത് നടക്കുന്നത് എന്താ? വിസരിത പ്രതിപതനമാണ്. 72 കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല് തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപദിക്കുന്നു. ഇതാണ് ഡാഷ് എന്ന് പറയുന്നത്. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല് തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം പതിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ക്രമമായിട്ട് പതിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് എന്താ? ക്രമപ്രതിപതനം എന്നാണ് അല്ലെ. ഓപ്ഷൻ ഡി ക്രമപ്രതിപതനം എന്നാണ്. 73 പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് എന്താ പറയുന്നത്? പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിന് എന്താ പറയാം? എന്താ പറയുക? പ്രതിപതനം എന്നാൽ. ഓപ്ഷൻ എ പ്രതിപതനം എന്നാണ്. 74 പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന നിറം ഏതാ? പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് കിട്ടുന്ന നിറം ഏതാ? ഓപ്ഷൻ ബി വെള്ളയാട്ടോ. വെള്ളയാണ്. 75 പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാ? ഓപ്ഷൻ സി ആണ്. പ്രകീർണനമാണ്. 76 പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? അപവർത്തനമാണ്. ഓപ്ഷൻ സി അപവർത്തനം. 77ാമത്തെ ചോദ്യം, മഴവില്ലിന്റെ മധ്യത്തിലുള്ള വർണ്ണം ഏതാണ്? മഴവില്ലിന്റെ മധ്യത്തിലുള്ള വർണ്ണം ഏതാ? ഓപ്ഷൻ സി പച്ചയാണ് അല്ലെ. പച്ചയാണ്. 78 ഉറുമ്പ് കടിയേൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ് ആണ് അല്ലെ. ഫോമിക് ആസിഡ്. ഉറുമ്പ് കടിയേൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാ? ഫോമിക് ആസിഡ് ആണ്. 79 തീ കെടുത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. 80 ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 81 മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? എന്താ? ഓപ്ഷൻ സി ആണല്ലേ. കാൽസ്യം സൾഫേറ്റ് ആണല്ലേ. ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ്. 82ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ സി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 83 ഹൈഡ്രജന് ആ പേര് നൽകിയതാരാ? ഓപ്ഷൻ എ ആണല്ലേ. ലാവോസിയർ ആണ്. ലാവോസിയാണ് ഹൈഡ്രജൻ ആ പേര് നൽകിയതാരാ? ലാവോസിയാണ്. 84 ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാരാണ്? ഓപ്ഷൻ സി ആണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ആര്? ഹെൻറി കാവൻഡിഷ്. 85 കത്തുന്ന വാതകം ഏതാണ്? ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് കത്തുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത്.
86 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വാതകം ഏതാ? ഏതാ? ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജന്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. 87 എല്ലാ ആസിഡുകളിലെയും പൊതുവായിട്ടുള്ള രുചി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് പുളി രുചി. എല്ലാ ആസിഡിലും പൊതുവായിട്ടുള്ള രുചി ഏതാ? പുളി രുചിയാണ്. 88 മാർബിളിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാർബിളിന്റെ ശാസ്ത്രീയ നാമം എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലേ, കാൽസ്യം കാർബണേറ്റ്. 89 ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ഓപ്ഷൻ ബി ആണ് ചുവപ്പാണ് അല്ലേ. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താ? ചുവപ്പാണ്. 90ാമത്തെ ചോദ്യം, കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻ എ ആണ് സൾഫ്യൂരിക് ആസിഡ്. 91 ആസിഡ് ബാറ്ററിയിൽ ടോപ്പപ്പിന് ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ആസിഡ് ബാറ്ററിയിൽ ടോപ്പപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദ്രാവകം ഓപ്ഷൻ ഡി ആണ് ഡിസ്റ്റിൽഡ് വാട്ടർ ആട്ടോ. ആസിഡ് ബാറ്ററിയിൽ ടോപ്പപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദ്രാവകമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. 92ാമത്തെ ചോദ്യം, ബാലൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ടാർട്ടാറിക് ആസിഡ് ആണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ടാർട്ടാറിക് ആസിഡ്. 93 മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻ സി ആണ് സൾഫ്യൂരിക് ആസിഡ്. 94 മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻ സി ആണ് ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. 95 ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനത്തെ പൊതുവായിട്ട് പറയുന്ന പേരെന്താണ്? എന്താ? ഓപ്ഷൻ എ ആണ് ന്യൂട്രലൈസേഷൻ ആണ്. ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ചിട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനത്തെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. 96ാമത്തെ ചോദ്യം, മീഥൈൽ ഓറഞ്ചിന് ആൽക്കലിയിലുള്ള നിറം എന്താണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് ഇളം മഞ്ഞ. മീഥൈൽ ഓറഞ്ചിന് ആൽക്കലിയിലുള്ള നിറം ഏതാ? ഇളം മഞ്ഞയാണ്. 97 മീഥൈൽ ഓറഞ്ചിന് ആസിഡിലുള്ള നിറം ഏതാണ്? മീഥൈൽ ഓറഞ്ചിന് ആസിഡിലുള്ള നിറം ഓപ്ഷൻ എ ആണ് ഇളം പിങ്ക് ആണ്, ഇളം പിങ്ക്. 98 ഫിനോഫ്തലിന് ആൽക്കലിയിലുള്ള നിറം ഏതാണ്? ഫിനോഫ്തലിന് ആൽക്കലിയിലുള്ള നിറം ഓപ്ഷൻ ഡി പിങ്ക് ആണ് അല്ലെ, പിങ്ക്. 99 ഫിനോഫ്തലിന് ആസിഡിലെ നിറം ഏതാണ്? ഓപ്ഷൻ ഡി നിറം ഇല്ല. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല. 100 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. 101 പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഏതായിരുന്നു പുളിയിൽ? ഓപ്ഷൻ ഡി അല്ലേ, ടാർട്ടാറിക് ആണല്ലേ. ബി ആണ് ടാർട്ടാറിക്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ ബി ടാർട്ടാറിക്. 102 ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. നിർവീര്യമായ വസ്തുവിന്റെ pH മൂല്യം എത്രയാണ്? നിർവീര്യമായ വസ്തുവിന്റെ pH മൂല്യം എത്രയാ? ഓപ്ഷൻ എ 7 ആണല്ലേ, ഓപ്ഷൻ എ 7 ആണ്. 104 അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആണ് അന്തരീക്ഷ മർദ്ദം എന്നാണ്. 105 അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് കാരണം എന്താണ്?
എന്താ ഓപ്ഷൻ സി ആണ് അല്ലേ. ശ്വസനം, പ്രകാശ സംശ്ലേഷണം എന്നീ രണ്ട് പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് കാരണം എന്താ? ശ്വസനവും അതുപോലെ പ്രകാശ സംശ്ലേഷണവും രണ്ട് പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ടാണ്. 106 ആഹാരം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ ആണ്, ദഹനം സുഗമമാക്കാനാണ്. ആഹാരം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ദഹനം സുഗമമാക്കാനാണ്. 107 കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയുന്ന വൃക്ഷം ഏതാണ്? കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയുന്ന വൃക്ഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കശുമാവ് കേട്ടോ, കശുമാവ്. 108 അമിതമായിട്ട് ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ്? അമിതമായിട്ട് ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാ? നിർജ്ജലീകരണമാട്ടോ. ഓപ്ഷൻ ബി നിർജ്ജലീകരണം. 109 നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് എന്താ? വിയർക്കൽ അല്ലെ. ഓപ്ഷൻ സി വിയർക്കലാണ്. 110 വൃക്കയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണ്? 1 യഥാസമയം മൂത്രമൊഴിക്കുക, 2 ആവശ്യത്തിന് വെള്ളം കുടിക്കുക, 3 ശുചിത്വം പാലിക്കുക. ഇതിൽ വൃക്കയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട ശീലങ്ങൾ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്? വൃക്കയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ശീലങ്ങളാണ്. 111 വൃക്കയിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കയിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഓപ്ഷൻ സി ആണ്, വൃക്കാസിരയാണ്. 112 വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതാ? ഓപ്ഷൻ ബി ആണ്, വൃക്കാധമനി. 113 മൂത്രത്തിൽ എത്ര ശതമാനമാണ് ജലമുള്ളത്? മൂത്രത്തിൽ എത്ര ശതമാനമാണ് ജലം? ഓപ്ഷൻ സി ആണ്, 96% ജലമാണ്. 114 ചോദ്യം, രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റിയിട്ട് മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റിയിട്ട് മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. 115 യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഓപ്ഷൻ എ, കരൾ എന്ന് പറയുന്നത്. 116 ചോദ്യം, അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. 1 ആഗിരണം ഉണ്ട്, വിസർജനമുണ്ട്, സ്വാംശീകരണമുണ്ട്, ദഹനമുണ്ട്, ആഹാര സ്വീകരണമുണ്ട്. ഇതിൽ അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ തുടക്കം മുതൽ അവസാനിക്കുന്ന രീതിയിൽ ഏതായിരിക്കും വരിക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, അതിനുശേഷം ആൻസർ കണ്ടെത്തുക കേട്ടോ. ഇതാ ഓപ്ഷൻ ബി ആട്ടോ വരിക. 5, 4, 1, 3, 2 എന്നുള്ള രീതിട്ടോ. 5, 4, 1, 3, 2 എന്ന രീതിയിൽ. 117 ചോദ്യം, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഓപ്ഷന് വിസർജനം എന്ന അല്ലെ, വിസർജനം എന്നാണ്. ഓപ്ഷന് വിസർജനമാണ്. 118 ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്, സ്വാംശീകരണമാണ് അല്ലെ, സ്വാംശീകരണം എന്നാണ്. 119 ദഹിച്ച ആഹാരം സ്വീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, ആഗിരണമാണ് അല്ലെ, ആഗിരണം എന്നാണ്. 120 ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ദഹനം എന്നാണ് അറിയപ്പെടുന്നത്. 121 പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ഏതാണ്? പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം
ഏതാ? ഓപ്ഷൻ ഡി ആണ്, ആഹാര സ്വീകരണമാണ്. 122 അന്നപദത്തിൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? അന്നപദത്തിൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഏതാ? വൻകുടലിലാണ്. ഓപ്ഷൻ ഡി വൻകുടലിലാണ്. 123 അന്നപദത്തിലെ 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ ഭാഗം ഏതാണ്? അന്നപദത്തിലെ 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ ഭാഗം. ഓപ്ഷൻ എ ആണ്, വൻകുടലാണ് അല്ലെ. ഓപ്ഷൻ എ വൻകുടലാണ്. 124 ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്താം. 1 അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ചെറുകുടല്. 2 ചെറുകുടലിന്റെ നീളം 6 മീറ്റർ ആണ്. 3 ചെറുകുടലിനെ വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത്. 4 വൻകുടലിനേക്കാൾ നീളം കുറവാണ്. ഇതിൽ ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം 6 മീറ്റർ ആണ് അതിന്റെ നീളം എന്നുള്ളത് ശരിയാണ്. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത്. വൻകുടലിനേക്കാൾ നീളം കുറവാണ്. വൻകുടലിനേക്കാൾ നീളം കുറവാണ് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ. നീളം എന്താണ്? കൂടുതലാണ് അല്ലേ. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഇനി 125 ചോദ്യം, ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? ഏതിലേക്കാ? രക്തത്തിലേക്കാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാ? രക്തത്തിലേക്കാണ്. 126 ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന അന്നപദത്തിലെ ഭാഗം ഏതാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന അന്നപദത്തിലെ ഭാഗം. ഓപ്ഷൻ സി ആണ്, ചെറുകുടലാണ് കേട്ടോ. ചെറുകുടലാണ്. 127 ചെറുകുടലിന്റെ ശരാശരി നീളം എത്രയാണ്? ചെറുകുടലിന്റെ ശരാശരി നീളം ഓപ്ഷൻ ബി ആണ്, 6 മീറ്റർ ആണ്. 128 അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം. അന്നപദത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏത് തന്നെയാണ്? ചെറുകുടൽ തന്നെയല്ലേ. ഓപ്ഷൻ സി ചെറുകുടൽ തന്നെയാണ്. 129 കിടന്നുകൊണ്ടോ തലകുത്തി നിന്നുകൊണ്ടോ ആഹാരം കഴിക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ്? കിടന്നുകൊണ്ടോ തലകുത്തി നിന്നുകൊണ്ടോ ആഹാരം കഴിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, പെരിസ്റ്റാൾസിസ് ആട്ടോ. പെരിസ്റ്റാൾസിസ് ആണ്. 130 അന്നനാളത്തിലെ പേശികളുടെ തരംഗ രൂപത്തിലുള്ള ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? അന്നനാളത്തിലെ പേശികളുടെ തരംഗ രൂപത്തിലുള്ള ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? പെരിസ്റ്റാൾസിസ് ആണ്. ഓപ്ഷൻ സി പെരിസ്റ്റാൾസിസ് ആണ്. 131 വായിൽ നിന്ന് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന നീണ്ട കുഴലുകൾ ഏതൊരു പേരിൽ അറിയപ്പെടുന്നത്? വായിൽ നിന്നും ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന നീണ്ട കുഴല് ഏതാ? അന്നനാളമാണ്. ഓപ്ഷൻ ബി അന്നനാളം. 132 സസ്യ ആഹാരികളുടെയും മാംസാഹാരികളുടെയും പല്ലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും പല്ലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ശരിയായത് 1 മാംസാഹാരികൾക്ക് കടിച്ചു കീറാൻ പാകത്തുള്ള കോമ്പല്ലുകളുണ്ട്. 2 മാംസാഹാരികളുടെ കോമ്പലുകൾ സസ്യാഹാരികളെ അപേക്ഷിച്ച് കൂർത്തതും മൂർച്ചയേറിയതുമാണ്. 3 സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും സഹായകമായ പല്ലുകളാണുള്ളത്. ഇതിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും പല്ലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരിയായത് ഏതാ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 മാംസാഹാരികൾക്ക് ആഹാരം കടിച്ച് കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളുണ്ട്. ശരിയാണ്. 2 മാംസാഹാരികളുടെ കോമ്പല്ലുകൾ സസ്യാഹാരികളെ അപേക്ഷിച്ച് കൂർത്തതും മൂർച്ചയേറിയതുമാണ്. 3 സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും സഹായകമായ പല്ലുകളാണുള്ളത്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 133 ആഹാരത്തിന്റെ യാത്ര ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആഹാരത്തിന്റെ യാത്ര ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ വരിക. വായ, ശേഷം അന്നനാളം, പിന്നെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ കേട്ടോ. എന്ന രീതിയിലാണ് നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യുന്നത്? പോകുന്നത് കേട്ടോ. ആദ്യം വായിലിരുന്നു, പിന്നെ അന്നനാളത്തിലൂടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ. 134 ചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകൾ പൊതുവെ അറിയപ്പെടുന്നത് എന്താ? ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകൾ പൊതുവെ അറിയപ്പെടുന്നത്
എന്താ? ഓപ്ഷൻ എ ആണ്, അണപ്പല്ലുകൾ എന്നാണ്. 135 ചോദ്യം, ചർവണകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അഗ്ര ചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നു. അതായത് ചർവണകവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ്. അപ്പോൾ ചർവണകം കാണപ്പെടുന്നത് അഗ്ര ചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമാണ്. ഒന്നാമത്തെ പ്രസ്താവന അതാണ്. 2, ചവച്ചരക്കാൻ സഹായിക്കുന്നു. 3, ചർവണകം 12 എണ്ണമാണുള്ളത്. 4, കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നു. ഇതിലേതൊക്കെയാണ് ചർവണകവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 1, അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നു. ശരിയാണ്. ചവച്ചരക്കാൻ സഹായിക്കുന്നുണ്ട്. ചർവണകം 12 എണ്ണമാണ്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. തെറ്റാണ്. 1, 2, 3 ഇത് ശരിയായിട്ടുള്ളത്. ഇനി 136, ചർവണകങ്ങൾ ആകെ എത്ര എണ്ണം ഉണ്ട്? ചർവണകങ്ങൾ ആകെ എത്ര എണ്ണം ഉണ്ട്? എത്രയുണ്ട്? 12 എണ്ണമാണ് അല്ലെ? ഓപ്ഷൻ എ 12 എണ്ണമാണ്. 137, അഗ്ര ചർവണകങ്ങളുടെ എണ്ണം എത്രയാണ്? അഗ്ര ചർവണകങ്ങളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ സി 8 ആണ് അല്ലെ? 8 എണ്ണമാണ്. 138, കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാ? അഗ്ര ചർവണകമാണ്. ഓപ്ഷൻ ഡി അഗ്ര ചർവണകമാണ്. 139, കോമ്പലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏതാന്ന് കണ്ടെത്താം. കോമ്പലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. 1, ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നു. 2, ആകെ കോമ്പലുകൾ 8 എണ്ണമാണ്. 3, ആകെ കൊമ്പലുകൾ 4 എണ്ണമാണ്. 4-മത്തത്, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇതിലേതൊക്കെയാണ് കോമ്പലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? സോറി തെറ്റാണ് വേണ്ടത്. കോമ്പലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത്. 1, ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നു. ശരിയാണ്. 2, ആകെ കോമ്പല്ലുകൾ 8 എണ്ണമാണ്. ആകെ കോമ്പല്ലുകൾ 8 എണ്ണമാണോ? തെറ്റാണ്. എത്രയാ? 4 കോമ്പല്ലുകളേ ഉള്ളൂ. അപ്പം 3-മത്തെ പ്രസ്താവന ശരിയാണ്. ആകെ കോമ്പല്ലുകൾ 4 എണ്ണമേ ഉള്ളൂ. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ? ഒരു 2 മാത്രമാണിത് തെറ്റായിട്ടുള്ള പ്രസ്താവന. 140, ആകെ കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ആകെ കോമ്പല്ലുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു എത്രയാ? 4 അല്ലേ? ആകെ കോമ്പല്ലുകളുടെ എണ്ണം എത്രയാ? 4 കോമ്പല്ലുകളാണ് ഉള്ളത്. ഇനി 141, ആകെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ആകെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? എത്രയാ ആകെ ഉളിപ്പല്ലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ് 8 എണ്ണം അല്ലേ? ആകെ ഉളിപ്പല്ലുകൾ എത്രയാ? 8 എണ്ണമാണ്. ഇനി 142, ഉളിപ്പല്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഉളിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്: 1, മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് കാണപ്പെടുന്നു. 2, കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നു. 3, ആകെ ഉളിപ്പല്ലുകൾ 8. 4-മത്തത്, ആകെ ഉളിപ്പല്ലുകൾ 4. ഇതിലേതൊക്കെയാണ് ഉളിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? ഏതൊക്കെയായിരിക്കും ശരിയായത്? 1, മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നുണ്ട്. ആകെ ഉളിപ്പല്ലുകൾ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ആകെ ഉളിപ്പല്ലുകൾ എത്രയാ? 8 എണ്ണമാണ് അല്ലേ? അപ്പം 4 എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 143, ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ലുകൾ ഏതാണ്? ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ലുകൾ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ? അണപ്പല്ലുകളാണ്. 144, പാൽപ്പല്ലുകളായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? പാൽപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകളിൽ തെറ്റായത്: 1, 6 മാസം പ്രായം മുതൽ മുളക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. 2, പാൽപ്പല്ലുകൾ 20 എണ്ണമാണ്. 3, 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ കൊഴിയുന്നു. 4, പാൽപ്പല്ലുകൾ 4 എണ്ണമാണ്. ഇതിലേതൊക്കെയാണ് പാൽപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാ ഇതിൽ പാൽപ്പല്ലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന? 1 മാത്രമേ ഉള്ളൂ. ഇത്
പാൽപ്പല്ലുകളുടെ എണ്ണം 4 എന്നുള്ളത് മാത്രമേ തെറ്റുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 6 മാസം പ്രായം മുതലാണ് ഏത് മുളക്കുന്നത്? പാൽപ്പല്ലുകൾ മുളക്കുന്നത്. പാൽപ്പല്ലുകളുടെ എണ്ണം 20 6 വയസ്സ് മുതൽ എന്ത് ചെയ്യും? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങുന്നതാണ്. 145 ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാ? ഓപ്ഷൻ എ ആണ് ലാക്റ്റിക് ആസിഡ് അല്ലെ. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ് ആണ്. 146 ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന ധാതു ഏതാണ്? ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന ധാതു ഏതാ? കാൽസ്യമാണ് അല്ലെ. ഓപ്ഷൻ എ കാൽസ്യമാണ്. 147 പല്ലിലെ ഇനാമലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇനാമലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത്: 1 ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. 2 പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ്. 3 ഇനാമൽ ഒരു ഫ്ലൂറിൻ സംയുക്തമാണ്. 4 ഇനാമൽ നശിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൽ തെറ്റായത് ഏതൊക്കെയാണ്? ഇനാമലുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത് ഏതൊക്കെയാണ് തെറ്റായത്? 1 ഇനാമൽ ഒരു ഫ്ലൂറിൻ സംയുക്തമാണ്, തെറ്റാണ്. 4 ഇനാമൽ നശിപ്പിക്കാൻ എളുപ്പമാണ്. ഇത് രണ്ടുമാണ് എന്ത്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായത് ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയുമാണ് ഏത്? ഇനാമൽ. അപ്പം 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 148 ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഓപ്ഷൻ എ തന്നെയാണ് ഇനാമലാട്ടോ. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഏത്? ഇനാമൽ. 149 പല്ലിലെ ഏറ്റവും ഉപരിതല പാളി ഏതാ? പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏതാ? ഇനാമലാണ്. ഓപ്ഷൻ എ ഇനാമൽ തന്നെയാണ്. 150 ചോദ്യം മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം? ഏതാ? പല്ലുകളാണ് അല്ലേ. ഓപ്ഷൻ ബി പല്ലുകളാണ്. 151 ദഹനത്തിൽ വായിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. ദഹനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനങ്ങളിൽ വായിൽ നടക്കുന്നതിൽ നിന്നും തെറ്റായത് ഏതാണ്? ഒന്നാമത്തത് വായിൽ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. ഓപ്ഷൻ ബി ആഹാരത്തിൽ ഉമിനീർ കലരുന്നു. ഓപ്ഷൻ സി വായിൽ നിന്നാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. ഓപ്ഷൻ ഡി നാവ് ആഹാരത്തെ പല്ലിനടുത്തേക്ക് എത്തിക്കുന്നു. ഇതിൽ ദഹനത്തിൽ വായിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് തെറ്റായത് ഏതാണ്? ഏതാ? ഓപ്ഷൻ എ അല്ലേ. ദഹനം വായിൽ വെച്ച് പൂർത്തിയാകുന്നു എന്നുള്ളത് തെറ്റാണ്. 152 ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന് വേണ്ടിയാണ് പ്രാണികളെ ഉപയോഗിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന് വേണ്ടിയിട്ടാണ് പ്രാണികളെ ഉപയോഗിക്കുന്നത്? ഏതാ? നൈട്രജൻ ആട്ടോ. ഓപ്ഷൻ എ നൈട്രജൻ ആണ്. ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന് വേണ്ടിയിട്ടാണ് പ്രാണികളെ ഉപയോഗിക്കുന്നത്? നൈട്രജൻ സംയുക്തത്തിന് വേണ്ടി മൂലകത്തിന് വേണ്ടിയിട്ടാണ്. 153 വീനസ് ഫ്ലൈ ട്രാപ്പ് ഏത് തരം സസ്യമാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നത് ഏത് തരം സസ്യങ്ങളാണ്? ഓപ്ഷൻ സി ആണ് ഇരപിടിയൻ സസ്യങ്ങളാണ് അല്ലെ. ഇരപിടിയൻ സസ്യങ്ങളാണ്. 154 ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം സൺട്യൂ ചെടി, വീനസ് ഫ്ലൈ ട്രാപ്പ്, പിച്ചർ ചെടി. ഓപ്ഷൻ സി ഇവയെല്ലാം. ഏതാ? ഇവയെല്ലാം എന്തു തന്നെയാണ്? ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. 155 ആന്തരപരാതത്തിന് ഉദാഹരണം ഏതാണ്? ആന്തരപരാതത്തിന് ഉദാഹരണം പേന്, ചെള്ള്, വിര ഇവയൊന്നുമല്ല. ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. വിരയാണ്. ആന്തരമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആന്തരപരാതത്തിന് ഉദാഹരണമാണ് ഇത് വിര എന്ന് പറയുന്നത്. 156 ശരീരത്തിനുള്ളിൽ വെച്ച് ആഹാരം കവർന്നെടുക്കുന്ന ജീവികൾ ഏതാണ്? അതായത് ശരീരത്തിനുള്ളിൽ ജീവിച്ചിട്ട് ആഹാരം കവർന്നെടുക്കുന്ന ജീവികൾ, അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് ആഹാരം കവർന്നെടുക്കുന്ന ജീവികൾ ഏതായിരിക്കും? ആന്തരപരാതമായിരിക്കും അല്ലേ. ഓപ്ഷൻ സി ആന്തരപരാതമായിരിക്കും. 157 ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നതിൽ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണം പേന്, വിര, ചെള്ള്, കൂണ്. ഇതിലേതൊക്കെയാണ് ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണം? ഏതൊക്കെയാ? പേനും അതുപോലെ ചെള്ളുമാണ് എന്ത്? ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണം അല്ലേ. ഓപ്ഷൻ ബി ആണ്. പേനും ചെള്ളുമാണ് ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണം. 158 മൈക്കോ ഹെറ്ററോട്രോപിസം എന്ന പ്രതിഭാസത്തിൽ സാധാരണയായിട്ട് ഉൾപ്പെടുന്ന ജീവി ഏതാണ്? മൈക്കോ ഹെറ്ററോട്രോപിസം എന്ന പ്രതിഭാസത്തിൽ സാധാരണയായിട്ട് ഉൾപ്പെടുന്ന ജീവി
ഏതാ? കുമിളുണ്ട്, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഒരു ചെടി ഉണ്ടാവും, അതുപോലെ മോണോട്രോപ്പി ഉണ്ട്. ഓപ്ഷൻ എ ഇവയെല്ലാം ഉണ്ട്. ഏതായിരിക്കും? ഓപ്ഷൻ എ ഇവയെല്ലാം എന്ത് തന്നെയാണ്? മൈക്കോ ഹെറ്ററോട്രോപിസം എന്ന പ്രതിഭാസത്തിൽ പങ്കെടുക്കുന്ന ജീവികളാണ്. ഇനി 159 മോണോട്രോപ്പിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. മോണോട്രോപ്പിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്: 1, ഇതൊരു പരാത സസ്യമാണ്. 2, ഇത് ഔഷധി വർഗത്തിൽപ്പെട്ടതാണ്. 3, ഇതിന് ഹരിതകമില്ല. 4, മൈക്കോ ഹെറ്ററോട്രോപിസം നടത്തി ജീവിക്കുന്നു. ഇതിൽ മോണോട്രോപ്പിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ശരിയായത്? 1, പരാത സസ്യമാണ്, ഔഷധവർഗത്തിൽപ്പെട്ടതാണ്, ഹരിതകമില്ല, മൈക്കോ ഹെറ്ററോട്രോപിസം നടത്തി ജീവിക്കുന്നു. 4 പ്രസ്താവനകൾ എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 160 ശവോപജീവിക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഒരു ശവോപജീവികൾക്ക് ഉദാഹരണം: ചന്ദനം, മുടിലത്താളി, പേന്, കൂണ്. ഇതിൽ ശവോപജീവികൾക്ക് ഉദാഹരണം ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ, കൂണുകളാണ്. ഓപ്ഷൻ ഡി കൂണുകളാണ്.